ഹേ ഗായ്സ്, അപ്പം ഞാൻ ഒരു ട്രിപ്പ് പോണു ഗായ്സ്. അപ്പോൾ ഗായ്സ്, ട്രിവാൻഡ്രം കൊച്ചുവേളിയിൽ നിന്നായിരുന്നു എനിക്ക് ട്രെയിനിങ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. 10:30 ആ ഒരു ടൈമാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പോൾ ഒരു അമ്മാവൻ വന്നു. അവിടെ അമ്മാവൻ ആദ്യം നോക്കി ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ക്യാമറ ഓണാക്കി വയ്ക്കുമ്പോൾ ശരിയാവും, അയാൾ നോക്കണ നിർത്തി വന്നിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പാവം കണ്ടിട്ടില്ലാത്തതുകൊണ്ടല്ലേ, ആദ്യമായിട്ട് കാണണല്ലേ, പാവം പൂവല്ലേ, നോക്കട്ടെ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇയാളുടെ എന്താ ഇയാളോട് ബാഡായിട്ട് എന്തോ കാണിക്കുമ്പോൾ എനിക്ക് ഫീൽ ആയി. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിയിരുന്നു ഞാൻ ക്യാമറ ഓണാക്കി വെച്ച് നോക്കിയപ്പം പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ അങ്ങ് ഓഫാക്കി വെച്ചിട്ട് ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഷോ കാണിക്കാൻ വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ അവിടെ വെച്ച് ഇത്രയും കാണിച്ചത് മാത്രം കട്ട് ചെയ്തിട്ട് ഞാൻ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് പറഞ്ഞ് ചേട്ടനെ നന്നായിട്ട് മനസ്സിലാക്കി വീട്ടിൽ വിട്ടിട്ടുണ്ട്. അത് ട്രെയിൻ വന്നു ഗൈസ്. ഞാൻ അവിടെ കൊച്ചിയിലാണ് ഇറങ്ങിയത്. കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങി അടുത്ത് നമുക്കിനി ബസ്സിലാണ് കയറേണ്ടത്. 7 മണിക്കൂർ ട്രാവലാണ് നമുക്ക് മൂന്നാർ വരെ പോകാനുള്ളത്. 7 മണി ഞാൻ നന്നായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാ. സത്യം പറഞ്ഞാൽ ബസ് അങ്ങനെ പോകുന്നു ഇറങ്ങി പോകുന്നു. പക്ഷെ ഞാൻ ഒന്നും അറിയില്ല ഗൈസ്, ഞാൻ അത്രയും ടയേർഡായിരുന്നു. പിന്നെ രാവിലെയായി, ഞാൻ എണീറ്റു. നമുക്ക് രാവിലെ ഒരു 4 മണി ഒരു ടൈമായിരുന്നു കേട്ടോ കൊച്ചിയിൽ നിന്ന് എനിക്ക് ബസ് വന്നത്. പിന്നെ ബസ്സിൽ കയറി നല്ല രസമായിരുന്നു കേട്ടോ. ബസ്സിലുള്ള ഒരു ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് അവിടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഭയങ്കര നൈസായിരുന്നു. അവിടുത്തെ നാച്ചുറൽ ഉണ്ടാവും, എന്ത് നൈസാ. പിന്നെ ആ കോടയും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബസ്സിലെ ഡ്രൈവർ എനിക്ക് ഒരു രക്ഷയില്ല. അതിൻ്റെ ഡ്രൈവിങ് ഞാൻ ലാസ്റ്റ് പോവാൻ സമയത്ത് ചേട്ടാ പൊളി, ഡ്രൈവിങ് പൊളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ചേട്ടൻ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ആ ഡ്രൈവിങ് ഞാൻ അവിടെ കുറേ സമയം ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ, ഡ്രൈവിങ് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ വ്യൂ, ഫ്രണ്ടിലിരിക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ല, നൈസായിരുന്നു ഗൈസ്. നിങ്ങൾ തന്നെ നോക്കൂ, എന്ത് രസമാണ് വണ്ടി ഓടിക്കാൻ. നോക്കൂ, ദാ പോകും. അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ എങ്ങനെ അവർ വളയ്ക്കണേന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അങ്കിളിനെ. കണ്ടോ, അങ്കിള് ഭയങ്കര കൂളായിട്ട്, എനിക്ക് തോന്നുന്നു സ്ഥിരം ഓടിക്കുന്നതായ അറിയായിരിക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ നമ്മളെ മാജിക് വാലിയിൽ നിന്ന് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചു. അത് സർപ്രൈസ് ആണ് ഗൈസ്, അത് ഞാൻ ഇതിൽ കാണിക്കാം എന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. അവിടുത്തെ അങ്ങോട്ടുള്ള ട്രാവൽ എൻ്റെ അമ്മോ, എനിക്കറിയാൻ ഈ വണ്ടി എങ്ങനെയാണ് ആ ചെക്കൻ ഓട്ടിക്കുന്നതെന്ന്. എന്നത് കല്ലുന്നില്ല മലയുന്നില്ല, എങ്ങനെയൊക്കെ കയറി ഞാൻ എന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇപ്പൊ ഞാൻ താഴെ വീഴുന്ന അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ. പിന്നെ ചെടിയും മുള്ള് അതെല്ലാം വന്ന് അടിക്കുന്നുണ്ട്. പിന്നെ കുറേ സമയം ഇതില് ട്രാവലായിരുന്നു. കാരണം നമുക്ക് അവിടെ എത്താൻ ഒരു ഹാഫ് ആൻ അവർ എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ടൈമൊന്നും നോക്കില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ടൈം നോക്കാനാണ്. ഈ വഴിയൊക്കെ പിന്നെ നോക്കിയാണ് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ വേറെ വഴിയിൽ എനിക്ക് ക്യാമറ ഓണാക്കാനേ പറ്റിയിട്ടില്ല. കാരണം പറ്റത്തില്ല, നമ്മളെ പിടിക്കാൻ. അവിടെ എത്താറായി. കണ്ടോ, ഇവിടെയൊക്കെ സ്ലോ ചെയ്യുന്നത് ഗൈസ്. ഇവിടെ കുഴിയാണ്, അത് എന്തോ കുഴി കല്ല് എന്തൊക്കെയാണ്. അതാ മാജിക് വാലിയുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് സത്യം പറയാലോ ഗൈസ്, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഇവിടെ ഇത്രയും അറ്റാച്ച്ഡ് ആയി പോകുമെന്ന്. അത്രയ്ക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കയറിപ്പോയപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ നൈസ് സ്പോട്ടാണ്, ഓക്കെ നടന്നു പോയി. ഇവിടെയൊക്കെ നൈസാണ്. താഴെ ഇവിടെ പിന്നെ മഴ വരുമെന്ന് വിചാരിച്ചു കേട്ടോ. മഴയില്ലായിരുന്നു ആക്ച്വലി. മഴയില്ലാത്ത എന്തോ എനിക്ക് മഴ ഇഷ്ടമാണ്, ആ ക്ലൈമറ്റ് ഇഷ്ടമാണ്. എങ്കിലും ഈ എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ ഇതുവരെ കടിച്ചിട്ടില്ല. അപ്പം എന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് അട്ട കടിച്ചാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഹേ ഗൈസ്, അപ്പോൾ ടെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നത് നല്ല ഒരു പീസ്ഫുൾ ആയിട്ടൊരു സ്പോട്ടാണ്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് വന്നത്. നല്ല കാം ആൻഡ് എന്താ പറയുക, ഭയങ്കര സൈലൻ്റ്. ഈ ബേർഡ്സിൻ്റെയും റിവറിൻ്റെയൊക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം നമ്മൾ അത്രയും ഒരു ടെൻറ്റെത്തി. ബാക്കി ഞാൻ പിന്നെ പറയാം ഗൈസ്. കാണുന്നതാണ് ടെൻറ്റ്. ഭയങ്കര എനിക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാം ഏരിയ, ഭയങ്കര ബേർഡ്സിൻ്റെ സൗണ്ട്, നല്ല ബേർഡ്സിൻ്റെ സൗണ്ട്. പിന്നെ അത് അവിടെ ഒരു റിവർ ഉണ്ട്. സ്പോട്ട് നൈസാണ്. ഇനി നമ്മൾ കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളായിട്ട് പോവാണ്. പിന്നെ ഇവിടെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. നമുക്ക് ഫ്രഷ് സ്ട്രോബെറീസ് കഴിക്കാം. ഹേ ഗൈസ്,
നമ്മളിവിടെ വന്നു, കുളിച്ചു, ഞാൻ ഫ്രഷായി. ഞാൻ വിചാരിച്ചു ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നടന്നിട്ട് വരാമെന്ന്. ഞാൻ നല്ല ഉറങ്ങിപ്പോയി. ടെൻറ്റിൽ കിടന്നിട്ട് നല്ല ടയേർഡായിരുന്നു. ട്രെയിനിൽ ട്രാവൽ ചെയ്തു, അത് കഴിഞ്ഞ് 7 hours ബസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡെഡായി, കുറച്ച് ടയേർഡായിപ്പോയി. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞ് കിടന്നതാണ്. പക്ഷെ ഒരു 2 മണിക്കൂർ ഉറങ്ങിയെന്ന് തോന്നുന്നു ഞാൻ. എന്നിട്ട് ഇപ്പോൾ എണീറ്റു. വെയിലൊക്കെ മാറി. ഞാൻ എവിടെയൊക്കെയെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാൻ പോകുമെന്ന് വിചാരിച്ചു. ഇവിടെ സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് കാണാൻ വേണ്ടി പോണു. ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഫസ്റ്റ് എവിടെയല്ലോ പോയിട്ട് എവിടെയല്ലോ പോവും. എനിക്ക് പ്ലേസ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്പോട്ടിൽ. ഇവനായിരുന്നു ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഈ യെല്ലോ കളർ ബെൽറ്റ്, ഇവരുടെ പേര് ചാർലി, പിന്നെ വേറെ പേരൊക്കെ ഞാൻ മറന്നു കേട്ടാ. ഇവന്മാരെ നമ്മൾ എവിടെ പോയാലും നമ്മളെ കൂടെ കാണും. ഇവന്മാരുണ്ടെങ്കിലേ നമ്മൾ പോവുള്ളൂ കേട്ടോ. ഇവരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. അപ്പം നമ്മൾ പിന്നെ ഇവിടുത്തെ വെള്ളത്തിനെ കുറിച്ച് പറയാൻ വയ്യ. കാരണം പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളം നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. നമുക്ക് കുടിക്കുമ്പോൾ തന്നെ അറിയാം അത് ഫ്രഷ് വാട്ടർ ആണെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ആ സ്പോട്ട് എത്താൻ പോവുകയാണ്. എത്തിക നല്ല ലാവൻഡർ കളർ പൂ ഫുൾ. അവിടുത്തെ വ്യൂ നോക്ക്. ഇതാണ് സ്ട്രോബെറി ഫാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറീസ് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. കാരണം ഇവിടെ തന്നെ അവര് നല്ല ഫ്രഷ്. എനിക്കാണെങ്കിൽ വീണ്ടും വോയിസ് ഇടുമ്പോൾ എനിക്ക് അവിടെ പോകാൻ തോന്നുന്നു ഗൈസ്. കാരണം നമ്മൾ ഈ പുഴുവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ നോക്കിയെടുക്കണം. കാരണം അവരൊരു കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല ഫ്രഷ് സാധനമാണ്. പിന്നെ ഈ ഡയറി മിൽക്ക് ഇതെന്തിനാണ് വാങ്ങിച്ചത് ഇപ്പൊ മനസ്സിലായില്ലേ? ആ കോംബോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ട്രെൻഡിങ് ആയിരുന്ന കോംബോ. ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു, അവരും ഫസ്റ്റ് ടൈം ആയിരുന്നു. ഒരു രക്ഷയിലായിരുന്നു കേട്ടോ ആ കോംബോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട്. പിന്നെ നടന്ന് ഞാൻ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. നമുക്ക് ഇനി ഒരു സ്ഥലം കൂടെ കാണാനുണ്ട്. പിന്നെ അവിടുത്തെ മരങ്ങൾ നമ്മളെ ആ സിനിമയുടെ പേരെന്തായിരുന്നു? അയ്യോ, മഞ്ഞുമൽ ബോയ്സ് അല്ലേ? ഈ ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടല്ലോ, അത് ആ സീൻ പോലെ എടുക്കാൻ വേണ്ടി പറഞ്ഞെടുത്തതാണ്. അപ്പൊ നടന്ന് പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞേട്ടാ. ഗുഹ അവിടെ നമ്മള് കാണാൻ വേണ്ടി പോവാണ്. ഞാൻ നടന്ന് എന്തല്ലോ പറഞ്ഞിട്ട് കുട്ടേട്ടാ എന്നൊക്കെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിന്റെ പ്രായം കയറിയതാ. കുട്ടേട്ടാ ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ഗുഹയിൽ കയറി ഗൈസ്. അതിസാഹസികമായി ഞാൻ പുറത്ത് വരാൻ നോക്കിയാണ്. പക്ഷെ ചെറുതായിട്ട് അവിടെ കുടുങ്ങിയെങ്കിലും അത് ക്യാമറയിൽ വന്നില്ല. കുടുങ്ങിയല്ല, ഞാൻ പേടിച്ച് കണ്ണടച്ചൊക്കെയാണ് ഇരുന്നത്. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെ ഒപ്പിച്ചു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലും ഞാൻ ഒപ്പിച്ചു. ഇവിടെ വരെ എത്തി. പിന്നെ ഞാൻ ചാടിക്കയറുന്നില്ല, ഞാൻ കട്ടായി ഗൈസ്. എങ്ങനെയൊക്കെ വിലങ്ങി കയറി. ഇവിടുത്തെ വ്യൂവില് പണ്ട് നമ്മളെ ബുക്കിന്റെ ഒക്കെ ഫ്രണ്ടില് ഞാനിങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ പിക്ചറായിരുന്നു. എനിക്ക് ഈ പിക്ചർ പണ്ട് ഞാൻ ഇതുപോലെ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ ക്യാരക്ടറൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്കിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു പ്ലേസിൽ പോയി ഞാനിങ്ങനെ നിൽക്കണത് അങ്ങനെയായിരുന്നു പഠിക്കുന്ന സമയത്ത്. കാണും, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ച് വിറച്ച് ഞാൻ ലാസ്റ്റ് അവിടം വരെ പോയി. പിന്നെ ഗൈസ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഫയർ നൈറ്റിന്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു ഗൈസ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല ഞാൻ എന്തുമാത്രം ഹാപ്പി ആയിരുന്നു. താങ്ക് യു സോ മച്ച് അവിടെയുള്ള എല്ലാവർക്കും. എല്ലാവരും വിഷസൊക്കെ പറഞ്ഞു, പിന്നെ ഡാൻസൊക്കെ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.
സംസാരിക്കാനൊന്നും വയ്യ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇടാം വീട്ടിൽ പോയിട്ട്. ഒരു വണ്ടി അത് കഴിഞ്ഞാൽ പിന്നെ 4:30 ചാടിത്തുള്ളിയൊക്കെ നടക്കുന്നു. കാലൊന്നും നനക്കാൻ വയ്യ ഗൈസ്. അത്യാവശ്യം നല്ല നടക്കാറുണ്ട്. പിന്നെ നല്ല തണുത്ത ക്ലൈമറ്റ് ആണ്. തണുത്ത് കുറച്ചൊക്കെയാണ് നടക്കുന്നത്. കാലൊന്നും അനങ്ങുന്നില്ല. അമ്മാതിരി ഡാൻസ് ആയിരുന്നു രാത്രി ക്യാമ്പ് ഫയറിന്. അപ്പോഴൊന്നും അറിയില്ല, പക്ഷെ ഇപ്പൊ എല്ലാം അറിയുന്നുണ്ട് നടക്കുമ്പോൾ. രാവിലെ അനങ്ങുന്നില്ല കാലൊന്നും. പിന്നെ ഉമ്മാരെയൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടാ. എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. എനിക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ ടോപ്പിലെത്തിയിട്ടേ തരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കാണാം. പിന്നെ ഇവന്മാരും റെസ്റ്റ് എടുക്കും, ഞാനും റെസ്റ്റ് എടുക്കും. അങ്ങനെ നടന്ന് എവിടെയെങ്കിലും എത്തുമല്ലോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇവരാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിനും 2 ആൾക്കാരിവിടെ ഉണ്ട്. നമുക്ക് ഇവരാണ് വഴി കാണിച്ചു തരുന്നത്. ഇപ്പം 1.5 മണിക്കൂറാ. 1.5 മണിക്കൂറായി നടക്കും. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല, അതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് ബാക്കിൽ വോയിസ് ഇടാന്ന്. കണ്ട വഴി കാണിച്ചു തരുന്നത് ഒരാളിതാ നമ്മുടെ ബാക്കിൽ നിന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാർ നോക്കിക്കോളും. താങ്ക്. ഇത് ചാർലിയാണ് കേട്ടോ. ചാർലി ആയിരുന്നു കേട്ടോ. 2 പേരും ഫ്രണ്ടിലും ബാക്കിൽ നിന്നും ഉണ്ട്. ഇത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര പീസ്ഫുൾ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഞാൻ ബർത്ത്ഡേക്ക് ചൂസ് ചെയ്തത് എന്തുകൊണ്ട് വേർത്തായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേർത്താണ്. കാരണം നമ്മളൊരു ഇന്നർ പീസിനെ നമുക്ക് ഇന്നർ സോളിനെ നമുക്ക് പീസാക്കാൻ പറ്റും. ആ പവറിനെ നമുക്ക് എന്താ പറയലേ, അങ്ങനെ എന്തെങ്കിലും ആണ്. നമുക്ക് നമ്മളൊരു ഇന്നർ ഒരു സൈഡ് ഉണ്ടല്ലോ, സോൾ ഉണ്ടല്ലോ, നമുക്കൊരു കാം പീസ്. അതെങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല എനിക്ക്. കുറച്ചുകൂടെ ഉണ്ട്. അവിടെ ടോപ്പ് എത്തിയിട്ട് ഇനി വീഡിയോ എടുക്കാം. കാരണം ഈ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന കുറച്ച് ടാസ്കുള്ള പണിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിലെത്തിയിട്ട് കാണാം. അപ്പോൾ ആ സർപ്രൈസ് തരാമെന്ന ആൾ എന്നെ കണ്ണടച്ചാണ് നടത്തിക്കുന്നത് ഗൈസ്. ആ മലയുടെ മുകളിൽ കൂടെ കണ്ണടച്ച് ആ വ്യൂ കാണാൻ വേണ്ടി കണ്ണടച്ച് കൊണ്ടുപോയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ്, ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടാറ്റു അടിച്ചു തന്നു ഗൈസ്. ആ മലയുടെ മുകളിലിരുന്ന് ഒരു മൂൺ സ്റ്റാർ ആൻഡ് സ്നോ ഡ്രോപ്പാണ് ഞാൻ ടാറ്റു അടിച്ചത്. എനിക്ക് സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്, ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അർജുൻ ചേട്ടനാണ് വന്ന് അടിച്ചു തന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ അവിടുത്തെ ചേട്ടനും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും നിങ്ങൾ തന്നെ കണ്ടോ. പിന്നെ മെഡിറ്റേഷൻ തുടങ്ങി. നമ്മൾ മെഡിറ്റേഷനും കൂടെ ചെയ്തു. പിന്നെ കുറേ സമയം അവിടെ നിന്നു. ഒന്ന് കുറച്ച് സമയം റിലാക്സ് ഒക്കെ ചെയ്തു. ഒരു 1 hour 2 hour ഒക്കെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് കാണും. കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വാട്ടറൊക്കെ കൊണ്ടുവന്നു. പിന്നെ അവിടെ തന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇരുന്നു. ഈവൻ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വന്ന് കിടന്ന്. എന്തിനാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഗൈസ് അവിടെ സോങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോങ് ഇതിൽ കോപ്പിറൈറ്റ് ആകുമോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആഡ് ആക്കിയത്. അപ്പോൾ ഇവിടെ കുറേ സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് നടക്കുന്നുണ്ട്. തിരിച്ച് നടക്കാൻ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. ഗൈസ് നമ്മൾ അവിടുത്തെ പാഷൻ ഫ്രൂട്ട് അല്ല കേട്ടോ. അവിടെ ഇതൊരു ഈ കളറാണ് ഗൈസ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്. എന്നിട്ടത് യെല്ലോ കളറാകും. ഇതിനകത്ത് വൈറ്റ് പോലത്തെ. ഇതിന് നമ്മൾ ഷുഗർ ഒന്നും ആഡ് ആക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് അതിസാഹസികമായി
അതിസാഹസികമായി പാഷൻ ഫ്രൂട്ട് അടക്കാൻ വേണ്ടിയിട്ട് അല്ല എനിക്ക് വേണ്ടി അതിസാഹസികമായി ഇതാ മരത്തിലോട്ട് കയറുകയാണ്. പാഷൻ ഫ്രൂട്ട് കിട്ടുമെന്നാണ് നാം വിചാരിക്കുന്നത്. എന്തെന്നാ ഇത് അത് വേണോ? ഫൈനലി എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേറണ്ട. കുറേ പാഷൻ ഫ്രൂട്ട് എനിക്ക് അടുത്ത് തന്ന് മങ്കി വെയിറ്റ് പാക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. അതാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഇറങ്ങു. ഞാൻ അതെടുക്കട്ടെ. ഇനി അങ്ങനെ അതിനെ എങ്ങനെ ഓണാക്കി വെച്ചിരിക്കണേ? അപ്പം ഞാൻ ഈ ടെൻറ്റിലാണ് ഞാൻ 2 days ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ചെക്ക് ഔട്ടാണ്. ഇവിടുത്തെ വ്യൂ ഇതാണ്. ഇനി ഇതിൻ്റെ ബാക്കിലൊരു റിവർ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ആക്ച്വലി എനിക്ക് പോകാനേ തോന്നുന്നില്ല ഗൈസ്. സത്യം ഞാൻ ഭയങ്കരത്ത് എൻ്റെ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്താൽ ഞാൻ ഇപ്പോഴാണ്. ആക്ച്വലി എനിക്കിവിടെ നിന്ന് സത്യം ഗൈസ് എനിക്ക് ഒരു ഇത് വിട്ടിട്ട് എനിക്ക് പോകാനേ തോന്നുന്നില്ല. ഭയങ്കര പീസ്ഫുൾ സ്ഥലമാണിത്. ഞാൻ എന്തായാലും ഇവിടെ വരും വീണ്ടും. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഞാൻ ഭയങ്കരത്ത് മിസ് ചെയ്യും. എന്തായാലും ഭയങ്കരത്ത് മിസ് ചെയ്യും അവരെയൊക്കെ. കാരണം എന്താ പറയാല് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എൻ്റെ അടുത്ത്. ഭയങ്കര എന്നെ കംഫർട്ടബിളായിട്ട് വെച്ചു. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലോട്ട് നടക്കുകയാണ്. ഞാൻ വീടെത്തി. ഇന്നലെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈസ്റ്ററിന് ഇറങ്ങി. ഇന്നലല്ലേ ഈസ്റ്റർ? ഇന്നെത്തി. സത്യം ഗൈസ് ഞാൻ ഭയങ്കരത്ത് മിസ് ചെയ്യണുണ്ട്. മിസ്സിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ട്രിപ്പിനൊക്കെ പോയാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഓടി എൻ്റെ വീടെത്തിയാൽ മതി ആയിരിക്കും. ഇപ്പം ഞാൻ നല്ല ടയേർഡാണ്. എൻ്റെ ബോഡി ഒട്ടും അനങ്ങാൻ വയ്യ. എന്നാലും ഈ ബാഗും എല്ലാം കൂടെ കുറേ നടന്നു. പക്ഷെ എന്നാലും ഞാൻ അവിടെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കവിടെ കുറച്ച് ഡേയ്സെങ്കിലും നിൽക്കണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരായാലും അവരെന്നെ ട്രീറ്റ് ചെയ്ത രീതിയായാലും സോ ഗുഡ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറീസ് തന്ന ബർത്ത്ഡേ ആയിരുന്നു ഇത്. ഞാൻ എന്തായാലും ഒരു വർഷത്തിനകത്ത് വീണ്ടും ഒരു മാക്സിമം ഒരു 2 വീക്കെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവും. കാരണം അത്രയും എന്താ പറയുക, അത്രയും ഭയങ്കര എന്തോ ആയിപ്പോയി എനിക്ക് ആ പ്ലേസിൻ്റെ അടുത്ത്. ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി ആ പ്ലേസും ഞാനുമായിട്ട്. യെസ് ഗൈസ്, അപ്പം ഞാൻ വീട്ടിലെത്തി. അപ്പം എല്ലാവർക്കും വിഷസ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.